വന്യജീവി ആക്രമണം ജില്ലയിൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിന് സർക്കാർ അടിയന്തരമായി സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കണമെന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിന് സർക്കാർ നിർദ്ദേശം നൽകണം. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ചുരുളി പതലിൽ കഴിഞ്ഞ ദിവസം കാട്ടാനാക്രമണത്തിൽ തകർന്ന ചേലച്ചുവട്ടിൽ ബേബി, പത്രോസ് എന്നിവരുടെ വീടുകൾ സന്ദർശിച്ച ശേഷമാണ് CV വർഗീസിന്റെ പ്രതികരണം. വനം വകുപ്പിന്റെ ഗുരുതരമായ കൃത്യവിലോപത്തിലാണ് കാട്ടാന ആക്രമണം ചുരുളിപ്പതാൽ പ്രദേശത്തുണ്ടായത്. കസ്തൂരിരംഗ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ 10 വർഷം മുമ്പ് കൃഷിഭൂമികളിലേക്ക് ഇറക്കി വനം വകുപ്പ് ജെണ്ട സ്ഥാപിക്കുകയും കൃഷിപ്രദേശം വനമായി മാറുകയും അതിനോട് ചേർന്നുള്ള വീട് കാട്ടാന കഴിഞ്ഞ ദിവസം രാത്രി ആക്രമിക്കുകയുമാണ് ഉണ്ടായത്. 3 വർഷമായി സ്ഥിരമായി കാട്ടാന ആക്രമണം ഉണ്ടാകുന്നതായി വീട്ടുകാർ പറയുന്നു. 1982 മുതൽ താമസിച്ചു വരുന്നവരുടെ വീടുകളാണ് കാട്ടാന ആക്രമണത്തിൽ തകർന്നത്. കൃഷിപ്രദേശവും തകർത്തിട്ടുണ്ട്. സർക്കാർ പട്ടയം നൽകി ജനങ്ങൾ താമസിച്ചു വരുന്ന പ്രദേശത്താണ് വനം വകുപ്പിന്റെ അതിക്രമം ഉണ്ടായിട്ടുള്ളത്. വനം വകുപ്പ് ക്ഷണിച്ചു വരുത്തിയ അപകടമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. CV വർഗീസ് കുറ്റപ്പെടുത്തി. കുടിയേറ്റക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. ഏതാണ്ട് 70-72 കാലഘട്ടത്തോടു കൂടി കുടിയേറിയിട്ടുള്ളതും പട്ടയം ലഭിച്ചിട്ടുമായിട്ടുള്ള ഭൂമിയിലെ ഉടമകളാണിവർ. ഇവിടേക്ക് ആനയുടെ ശല്യം വരാനിടയായിട്ടുള്ളത് ഒന്ന്, വനം വകുപ്പിൻ്റെ കയ്യേറ്റമുണ്ട്. ജനവാസ കേന്ദ്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഇവിടെ ഇങ്ങോട്ട് ആളുകളെ ബോധപൂർവമായി ഇറക്കി വിടുകയും അതിൻ്റെ ഭാഗമായി ജണ്ടയിട്ട് കൂടുതൽ വനം വകുപ്പ് ഭൂമി കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആനയ്ക്ക് സ്വൈരവികാരം ഉണ്ടാക്കുക. അത് വനം വകുപ്പിൻ്റെ പുതിയ തന്ത്രമാണ്. ഭൂമി കൂടുതൽ കൈവശപ്പെടുത്തുക, വന്യമൃഗങ്ങളെ കയറ്റിവിടുക, എന്നിട്ട് ആളുകളെ ഇറക്കി വിടുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുക. വീടും കൃഷിയും നഷ്ടപ്പെട്ടവർക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണം. വീട് താമസയോഗ്യമല്ലാതായ സാഹചര്യത്തിൽ ഇവരെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികളും സർക്കാർ അടിയന്തരമായി സ്വീകരിക്കണമെന്നും CV വർഗീസ് ആവശ്യപ്പെട്ടു. ചിന്നക്കനാൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വന്യജീവി ആക്രമണം തടയാൻ മുൻ സർക്കാർ നിയമിച്ചിരുന്ന RRT സംഘത്തെ പിൻവലിക്കുകയും ചില സ്ഥലങ്ങളിൽ എണ്ണം കുറയുകയും ചെയ്തത് അപകടം വർദ്ധിക്കുവാൻ ഇടയായിട്ടുണ്ട്. അനുദിനം വന്യജീവി ആക്രമണം ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സ്വത്തര നടപടികൾ സ്വീകരിക്കുവാൻ സർവകക്ഷി യോഗം വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെയും കർഷക സംഘടനകളുടെയും അഭിപ്രായം സ്വരൂപിച്ച അടിയന്തര നടപടി സ്വീകരിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നും CV വർഗീസ് ആവശ്യപ്പെട്ടു. മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിസി ജോസ, CPIM നേതാക്കളായ ET ദിലീപ്, മോഹൻദാസ് CV, വിജയകുമാർ, സന്ധ്യ രാജേഷ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. സിറ്റി വിഷൻ, ഇടുക്കി.